എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ITI അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഓൾറെഡി ഈ ഒരു അപേക്ഷ ആരംഭിച്ചതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ 30 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. ചില സമയത്ത് ഈ ഒരു ഡേറ്റ് നീട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് നൽകിയാൽ മാത്രം പോരാ. ഓൺലൈനായിട്ട് നൽകിയിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ അപേക്ഷയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അത് ഇപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ NCC അതുപോലെ തന്നെ NSS അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ബോണസ് പോയിന്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൂടി നിങ്ങൾ ഒരു വെരിഫിക്കേഷനായിട്ട് പോകണം. അത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITI ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITI പോയാൽ മതി. നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന എല്ലായിടത്തും പോകേണ്ടിയില്ല. ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലാതെ ഓൺലൈനായിട്ട് മാത്രം നിങ്ങൾ അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഇതിന് പരിഗണിക്കത്തില്ല. നിങ്ങളുടെ അപേക്ഷ അതായത് ഫസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ഓൺലൈൻ അപേക്ഷയിൽ തന്നെ ചെയ്യണം. 100 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഇനി ഇതിന് ശേഷം പിന്നീടുള്ളത് നിങ്ങൾ ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഓൺലൈനായിട്ട് അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷന് മുമ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഈ ഒരു ITI അതുപോലെ കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ എത്ര ITI വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. ഇനി ഇതിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ITI വെരിഫിക്കേഷൻ ചെയ്യും മുമ്പ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം അതായത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഏതൊക്കെ കോളേജ് അതായത് ഏതൊക്കെ ITIകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെക്കണോ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ വെക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ഓൺലൈൻ മാത്രം അപേക്ഷിച്ച് എൻ്റെ ആപ്ലിക്കേഷൻ ഇതിന് പരിഗണിക്കുമെന്ന് ചോദിക്കേണ്ടതില്ല. ഈ ഒരു വെരിഫിക്കേഷൻ ITIയിൽ പോയി വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിനെ അപേക്ഷിക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും ITIയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ITIയിലേക്ക് അപേക്ഷിക്കുന്നതായിട്ട് വേണ്ടത്, ഒന്ന് നിങ്ങൾക്ക് SSLC ജയിച്ചവരാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റോ അങ്ങനെ ഏതെങ്കിലും മതിയാകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ TC അങ്ങനെ എന്തെങ്കിലും മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗമാണെങ്കിൽ കാസ്റ്റിന് വരെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും പേരിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതായത് NCC NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈസ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എടുക്കുക. അതുപോലെ തന്നെ EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് എടുക്കുക. EWS എന്ന് പറയുമ്പോൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് EWS എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബോണസ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അപേക്ഷയിൽ നൽകണം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടു. ഇനിയിപ്പോൾ ഇതിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് അപേക്ഷിക്കാം. എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉള്ളവർ ആ ഒരു ഡോക്യുമെൻറ്റുകൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത്, അതായത് ഒരു ജൂൺ 26 തന്നെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഡോക്യുമെൻ്റൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ജൂൺ 30 വരെയാണ്. ചിലപ്പോൾ ആ ഒരു ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് ആദ്യമേ ഉള്ള ടൈമിൽ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോളിടെക്നിക്കൽ ഏതൊക്കെ ഒരു ITIകളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപേക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ ITIയിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട് എന്ന് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ ITI admissions.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഗവൺമെൻറ് ITIs എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ITIസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ITIകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ITI ഏതൊക്കെയാണെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ കുറച്ച് ദൂരെയും കുറച്ച് അടുത്തൊക്കെ ആയിട്ട് പല ITIകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പല ITIകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതൊക്കെ ITIകളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട്, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൽ പോയിട്ട് വരാൻ പറ്റുന്ന ITIകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നോക്കിയിട്ട് അതിന് താഴെയുള്ള റീഡ് മോർ, ആ ഒരു ITIക്ക് നേരെയുള്ള റീഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു ITIയിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ ട്രേഡ്സ് ഇവിടെ ITIയിൽ കോഴ്സിന് ട്രേഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ 2 ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2 കാണിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും ITI നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കുറേ കോഴ്സുകൾ കാണാം. അതായത് മെക്കാനിക്ക്, മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക്ക്, ഡീസൽ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സ്, ഫിറ്റർ, അതുപോലെ തന്നെ ടേർണർ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സ് ഉണ്ട്. ചില കോളേജിൽ ചില ITIയിൽ ഫാഷൻ ഡിസൈനിങ് പോലുള്ള കോഴ്സുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കാം. ഇതിൽ അലോട്ട്മെൻറ്റ് രീതിയല്ല, റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ നൽകുന്ന രീതിയാണ് ഇതിലുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ITI ഓപ്ഷനുകളും നൽകാം. ഇത് അപേക്ഷിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നൽകാൻ പറ്റത്തുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ല. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ITIയിലേക്കും എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് വെരിഫിക്കേഷൻ, ITIയിൽ പോയിക്കൊണ്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അപേക്ഷ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നിലവിൽ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ചിലപ്പോൾ മാത്രമേ ആ ഒരു ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുള്ളൂ. എന്നല്ല, നീട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 108 ഗവൺമെൻറ് ITIസിൽ 78 ട്രേഡുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ട്രേഡിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ITI admissions.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ അപ്ലൈ നൗ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ, അപ്ലിക്കൻ്റ് ഫുൾ നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ ID. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ എപ്പോഴും ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിങ്ങിന് മെസ്സേജ് വരുന്നതും നിങ്ങളെ വിളിക്കുന്നതും ആ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പറും അതുപോലെ SMS ഒക്കെ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പറായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യണം. സെയിം പാസ്വേഡ് തന്നെ. നിങ്ങൾക്ക് എന്താണോ ഇതിന് പാസ്വേഡ് വേണ്ടത് അത് പുതിയതായിട്ട് നിങ്ങൾ ഇതിന് നൽകാൻ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു യൂസർ ID പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പുതിയ പാസ്വേഡ് ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതാണ് ഇവിടെ 2 ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ക്യാപ്ച, പാസ്വേഡ് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുമ്പോൾ മൊബൈൽ നമ്പർ കട്ടായി പോകാത്ത ഒരു മൊബൈൽ നമ്പറായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതിലായിരിക്കും നിങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് വിളിക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ, രണ്ടാമത്തേത് വെരിഫിക്കേഷൻ ചെയ്യുക. വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ ITIയിൽ പോയി വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുള്ളൂ. ഏതെങ്കിലും ഒരു ITIയിൽ പോയാൽ മതി. എല്ലാ ഓപ്ഷൻ വെച്ച് ITIയിലും പോകേണ്ടതില്ല. ഏതെങ്കിലും ഒരു ITIയിൽ പോയാൽ മതി. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് അറിയാത്തവർക്ക് ഇവിടെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ ഓരോ സ്റ്റെപ്പും വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന കാര്യം ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നില്ല. കാരണം ഇത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ പറയാനായിട്ട്. ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ആദ്യം രജിസ്ട്രേഷൻ സ്റ്റെപ്പ്, പിന്നീട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യൽ തന്നെ പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ, സെൽഫ് ഡിക്ലറേഷൻ. പിന്നീട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ITI ആൻഡ് ട്രേഡ് ചോയ്സ്. നിങ്ങൾക്ക് വേണ്ട ITIയിലേക്ക് കോഴ്സുകൾ അതുപോലെ തന്നെ ITIകൾ സെലക്ട് ചെയ്ത് കൊടുക്കൽ. അതുപോലെ തന്നെ ഒരു ജില്ല സെലക്ട് ചെയ്ത് ആ ഒരു ജില്ലയിൽ ITI സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് കോഴ്സുകളെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ ആയിട്ട് 1ാം സ്ഥാനം 2ാം സ്ഥാനം ഇങ്ങനെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സ്റ്റെപ്പാണത്. അപ്പോൾ അത് ITI ആൻഡ് ട്രേഡ് ചോയ്സ്, വ്യൂ ആപ്ലിക്കേഷൻ കാണൽ, അതുപോലെ പേയ്മെൻറ്റ് 100 രൂപയാണ് ഫീസ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യൽ. പിന്നീട് വ്യൂ ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, പിന്നീട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൽ. അതിനുശേഷം നിങ്ങൾ ITIയിൽ പോയിക്കൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യൽ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് സഹിതം ഓരോ ഡീറ്റെയിൽസ് വളരെ സിമ്പിളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഇതേപോലെ 1, 2, 3, 4 എന്നിങ്ങനെ കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക യൂസർ മാനുവൽ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്തവർ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷിക്കുക. അങ്ങനെയെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് തരും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ളത് അനുസരിച്ച് നിങ്ങൾ മുൻഗണനാ ക്രമത്തിലാക്കുക. എങ്ങനെയാണ് അത് നൽകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്.
ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു PDF നോക്കി വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അപ്ലൈ നൗ അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു ഫോർഗോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. ഒന്ന്, നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വേണ്ട IT കോഴ്സുകൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ അപേക്ഷ ഫൈനലായിട്ട് കൺഫേം ചെയ്തു, ഫീസ് അടച്ചു. എന്നിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾ ഗവൺമെൻറ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്തു. ഈ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയി. പിന്നീട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആദ്യം വരും, പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റ് വരും, പിന്നീട് ഇതിൻ്റെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളെ ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ITയിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് കൗൺസിലിങ്ങിന് ഹാജരാകാൻ വരും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് ഇന്ന ദിവസം വരാനായിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ അവസാനിക്കുന്നത് ജൂലൈ 3-ാം തീയതിയാണ് വെരിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. റാങ്ക് ലിസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റില്ല, മെയിൻ റാങ്ക് ലിസ്റ്റ് തന്നെയാണുള്ളത്. ജൂലൈ 7-നാണ് റാങ്ക് ലിസ്റ്റ്. അതുപോലെ അഡ്മിഷൻ അർഹരായവരുടെ 1-ാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ജൂലൈ 8-ാം തീയതിയാണ്. അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി ജൂലൈ 13-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ SSLC ജയിച്ചവർക്കും തോറ്റവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും തിരഞ്ഞെടുക്കാവുന്ന 6 മാസം ഏകവത്സര ദ്വിവത്സര എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ് നിലവിലുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് നൽകാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതിൽ നേരിട്ട് അഡ്മിഷൻ അല്ല, റാങ്ക് ലിസ്റ്റ് മുഖേന നിങ്ങളെ അഡ്മിഷനായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതുപോലെ ഇതിൽ നിർബന്ധിത ഹാജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 80% ഹാജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ITയിലേക്ക് അപേക്ഷിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ കോൺടാക്റ്റ് നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് താഴെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.